അമ്മേനോട് പറഞ്ഞില്ലേനോ ശ്യാമക്ക് സുഖമില്ലാന്ന്. ഓളെ കൂടിയൊന്ന് ആശുപത്രി പോവോന്ന് ചോദിച്ചിട്ടുണ്ട്. അമ്മ എന്തിനാ ഇങ്ങനെ എല്ലാവരുടെ കാര്യത്തിനും വേണ്ടി ഓടുന്നത്? അവർക്ക് വലിയ മോനില്ലേ, ഭർത്താവില്ലേ, പിന്നെന്താണ് അമ്മ ഇങ്ങനെ എല്ലാവരുടെ കാര്യത്തിനും വേണ്ടി ഓടി കിടന്നിട്ട് ലാസ്റ്റ് അമ്മേൻ്റെ മുട്ടുവേദന കൂടുവേ? പറഞ്ഞേക്കോ. അതല്ല മോളെ, ഞാൻ കൂടെ ഉണ്ടാകുമ്പോൾ അവർക്കൊരു ധൈര്യമാണ്. ഞാൻ കാണിക്കുന്ന ഹോസ്പിറ്റലും അല്ലേ, അതുകൊണ്ടാണ്. നീ ഒരു കാര്യം ചെയ്യും, എനിക്കൊരു 10,000 രൂപ താ. അമ്മേൻ്റെ കയ്യിൽ ഉണ്ടാകുമ്പോൾ അമ്മ തരാം. അമ്മ ഇങ്ങനെ കണ്ണും കൂട്ടി കൊടുത്തോ, ഈ കൊടുക്കുന്നെല്ലാം കിട്ടുന്നുണ്ടാ? അവസാനം അമ്മക്കൊരാവശ്യം വരുമ്പോ ആരും ഉണ്ടാവില്ല, നോയിക്കോ. അതൊക്കെ മോളെ വെറും തോന്നലാണ്. ആ ശരി മോളെ. എന്നാമ്മേ, എനിക്കിന്ന് എങ്ങോട്ടൊന്നും പോവാനുണ്ടാ? ഞാനൊരു കല്യാണത്തിന്റെ കാര്യം പറഞ്ഞില്ലേനോ, അതിന് പോണം. എന്തേനു? അല്ല മോളെ, നല്ല മുട്ടുവേദനയാണ്. ഞാൻ കാണിക്കാൻ പോയാലോ എന്ന് വിചാരിക്കാം. ഓ അതെയാ, അമ്മ ഒരു കാര്യം ചെയ്യ്, ശ്യാമേന്റെനെ വിളി. അവർക്കാകുമ്പോ സ്ഥലവും അറിയാലോ. എന്നെ കൂട്ടിപ്പോയിട്ട് അസുഖമെല്ലാം മാറ്റി കൊടുത്തല്ലേ, കുറച്ച് അമ്മക്ക് സഹായം ചെയ്തു തരാൻ പറ. ആ ഹലോ ശ്യാമേ, എൻ്റെ കൂടെ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് വരാൻ പറ്റുമോ? നല്ല മുട്ടുവേദന. ഓ അതെയോ. അല്ല അതല്ല, പിന്നെ അന്ന് ഞാൻ നിനക്ക് തന്ന പൈസ ഉണ്ടാവുക കയ്യിൽ? ഹലോ, എന്ത് പറഞ്ഞു ശ്യാമേന്റി? കട്ടായി മോളെ. ഓളെ പൂച്ചട്ടി പൊട്ടിപ്പോകും, അത് വാങ്ങാൻ പോകണം. പൈസ ചോദിച്ചപ്പോ എന്നാ പറഞ്ഞു? കേട്ടിട്ടില്ലാന്ന് തോന്നുന്നുണ്ട്. സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ കോള് കട്ടായി. കോള് കട്ടായി എന്നല്ല, കട്ടാക്കിന്ന് പറ. അതിനിപ്പോ ഇനി ഞാനെന്നാ വേണ്ടേ? എനിക്ക് പിടിച്ചു വാങ്ങാൻ പറ്റുമോ? അമ്മ എന്നോട് ചൂടായിട്ട് കാര്യമൊന്നുമില്ല. അമ്മ ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ സഹായം കിട്ടുന്നവരെ കൂടെ നിൽക്കുകയും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാലുവാരുകയും ചെയ്യുന്ന ആൾക്കാരെ തിരിച്ചറിയണം കേട്ടാ. ഇത്രയും കാലം എന്നെയൊന്നും വലിയ വിലയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഇപ്പൊ മനസ്സിലായിക്കോ, ഞാനേ ഉണ്ടാവും കൂടാ. അതുകൊണ്ട് നോക്കി കണ്ടെല്ലാം പെരുമാറിക്കോ. പോടി അവിടുന്ന്.